ഇന്നത്തെ പത്രത്തിൽ വായിച്ചിരുന്നല്ലോ അല്ലേ, ഗാസയിൽ 15 മാസത്തെ യുദ്ധത്തിന് ശേഷം വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ പോകുന്നു. പക്ഷെ അതുകൊണ്ട് ഈ യുദ്ധത്തിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട നിഷ്കളങ്കരായ മനുഷ്യരൊന്നും തിരിച്ചു വരാൻ പോകുന്നില്ലല്ലോ അല്ലേ. ഇതിനോടകം കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണം മാത്രം നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മളെ ഞെട്ടിക്കും. 10,000-കണക്കിന് കുട്ടികളാണ് മരിച്ചത്. മനസ്സിനും ശരീരത്തിനുമൊക്കെ പരിക്കേറ്റ കുട്ടികൾ ലക്ഷങ്ങളാണ്. അതിൽ തന്നെ 30% 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണെന്നാണ് കണക്കുകൾ പറയുന്നത്. അവരെന്ത് തെറ്റാണ് ചെയ്തത്? ആ കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ ഈ യുദ്ധമൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പോൾ അടുത്ത ദിവസം ഒരു പരിപാടിക്ക് പോയപ്പോൾ ഒരു മോള് എൻ്റെ അടുത്തേക്ക് വന്നു. ഒരു ചിരിയില്ല, കളിയില്ല. ഞാൻ ചോദിച്ചു, നീ എന്താ ചിരിക്കാത്തതെന്ന്. അവൾ പറഞ്ഞു, സാറേ, വീട്ടിൽ അമ്മയും അച്ഛനും തമ്മിലുള്ള യുദ്ധം കഴിഞ്ഞിട്ട് വേണ്ടേ ഒന്ന് ചിരിക്കാനെന്ന്. എത്രയോ വീടുകളിൽ മാതാപിതാക്കൾ തമ്മിൽ യുദ്ധം നടക്കുന്നതിൻ്റെ പേരിൽ മക്കളുടെ മനസ്സ് ചെറുപ്രായത്തിൽ തന്നെ മരിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. അവരെന്ത് തെറ്റാണ് ചെയ്തത്? അച്ഛനും അമ്മയും അടികൂടുന്നത് കണ്ടൊന്ന് പ്രതികരിക്കാൻ പോലും ആവാതെ മുറിയുടെ വാതിൽ കൊട്ടിയടിച്ച് തലയിണയിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന എത്രയോ കുട്ടികളുണ്ട്. എന്തിനാ ഇങ്ങനെ യുദ്ധം ചെയ്യുന്നതല്ലേ? എന്നിട്ട് ആരാ ജയിക്കുന്നത്? ആരും ജയിക്കുന്നില്ല എന്ന് മാത്രമല്ല, പല കുട്ടികളും ജീവിതത്തിൽ തോറ്റു പോകുന്നത് ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ കണ്ടും കേട്ടുമാണ്. അതുകൊണ്ട് നമുക്ക് പരസ്പരം സ്നേഹിച്ചിങ്ങനെ കഴിഞ്ഞൂടെ?